ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി പുഡിംഗ് ആണ്. വളരെ പെട്ടെന്ന് ആകെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 5 സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അത് പീസ് ആക്കിയിട്ട് ആദ്യം കട്ട് ചെയ്യണം നമ്മൾ. അതിനുശേഷം ഒരു ജാർ എടുത്തിട്ട് സ്ട്രോബെറി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പാല്, ഫുൾ ഫാറ്റ് പാലാണ്, അത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് പേസ്റ്റ് പോലെ, ഒരു തരി പോലും ഇല്ലാതെ പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരണം. ഇപ്പം ഞാൻ അരച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊരു ബൗൾക്ക് മാറ്റി കൊടുക്കുകയാണ്. ബൗൾക്ക് മാറ്റി കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് ഒരു പാന് അടുപ്പിൽ വെക്കണം. അത് ചൂടായതിനു ശേഷം ഈ സ്ട്രോബെറി ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്നതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാവണം. ആ ചൂടായതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ്. വെള്ളം ആഡ് ചെയ്തിട്ടില്ല, വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അത് ഒന്ന് ചൂടാകുന്ന ഒന്ന് ചെറുതായിട്ട് തള വരുന്ന പോലെ ആവുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുത്ത് നമ്മൾ വിട്ടുപോയ ഫ്ലെയിം കുറച്ചിട്ട് വേണം, ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും. പുഡിംഗ് ആകുമ്പോൾ മധുരം വെള്ളം, അപ്പോൾ അതിനനുസരിച്ച് ഷുഗർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് കുറച്ച് നേരം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് തന്നെ ഇളക്കി കൊടുത്ത് നിൽക്കണം, കൂട്ടി വെക്കരുത്. അങ്ങനെ അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ വെക്കുമ്പോൾ അടിയിൽ പിടിക്കുന്നില്ല. അതിനുശേഷം 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അത് ഞാൻ കുറച്ച് പാലിൽ മിക്സ് ചെയ്താട്ടാം. അപ്പോൾ പിന്നെ കട്ട കുത്തില്ല, സ്ട്രീറ്റ് ഇടുമ്പോൾ കട്ട കുത്തും ചിലപ്പോൾ. അപ്പോൾ ഞാനത് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താണ് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് നമുക്കതൊരു കുറുകി വരുന്ന ഒരു പരിവാകണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ചെറുതായി ഇങ്ങനെ കുറച്ച് നേരം നിന്നാൽ തന്നെ കോൺഫ്ലവറല്ല, പെട്ടെന്ന് അത് കുറുകി വരും. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതിന് പെട്ടെന്ന് ആയിക്കോട്ടെ. ഇപ്പോൾ ഇതെൻ്റെ സെറ്റായിട്ടുണ്ട് പായി. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി അതൊരു ബൗൾക്ക് മാറ്റി കൊടുക്കുകയാണ്. ബൗൾക്ക് മാറ്റിയതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ബൗൾക്ക് മാറ്റിയെന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ പാനിൽ തന്നെ വെച്ച് അത് ചൂടാറുമ്പോൾ വേറൊരു ബൗൾക്ക് മാറ്റിയാൽ മതി. ഞാൻ സ്ട്രീറ്റ് ബൗൾക്ക് മാറ്റിയെന്നുള്ളൂ. അത് ചൂടായതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എടുത്തത് പുഡിങ്ങാണ്. ഇതവിടെ സ്ട്രോബെറി പുഡിങ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ആ സ്ട്രോബെറിയുടെ ഫ്ലേവറും അതുപോലൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. നല്ല സോഫ്റ്റ്, കഴിക്കാനും രസമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആട്ടത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒക്കെ വീട്ടിലാവുന്ന തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.